ഓൺലൈൻ തട്ടിപ്പിനായി മലയാളികളുടെ അടക്കം ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കുന്നുവെന്ന സൈബർ സെല്ലിന്റെ കണ്ടെത്തൽ. കമ്മീഷൻ വ്യവസ്ഥയിലാണ് പലരും ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ നമുക്കറിയാവുന്നതുപോലെ വിവിധ മേഖലകളിൽ സജീവമായി നടക്കുന്നുണ്ട്. പലതവണ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ തുടർച്ചയായി നടക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈബർ സെൽ അടക്കം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതായത് ബാങ്ക് അക്കൗണ്ടുകൾ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളുടെ അടക്കം ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയത്. ദുരുപയോഗം ചെയ്യുന്നു മാത്രമല്ല, പലരും ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ അവരുടെ വിവരങ്ങൾ ഈ തട്ടിപ്പിന് വേണ്ടി തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഇത്തരം കേസുകൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് ഉത്തരേന്ത്യൻ സംഘങ്ങൾക്ക് നേരെ അവരുടെ മുന്നിലാണ്. പക്ഷേ അതിന് ഇടനിലക്കാരായി പലപ്പോഴും പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ചും ഈ പണം പിൻവലിക്കുന്നതിനും മറ്റും അല്ലെങ്കിൽ പണം എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നോക്കുമ്പോൾ മറ്റു പല അക്കൗണ്ടുകളുമാണ്. ഈ അക്കൗണ്ടുകളൊക്കെ ഇത്തരത്തിൽ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ്, വാടകയ്ക്ക് നൽകിയതാണെന്നുള്ള വിവരമാണ് സൈബർ സെല്ലിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങളിൽ പെടാതിരിക്കാൻ പലരും ഇത്തരത്തിൽ പെട്ടുപോയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. കോട്ടയം SBI ക്കായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, കഴിഞ്ഞ ദിവസം നടന്നൊരു അറസ്റ്റിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരാൾ വാടകയ്ക്ക് കൊടുത്തതാണ്, അതിൽ പെട്ടുപോയതാണെന്ന് പറഞ്ഞ് അവരുടെ അമ്മ വന്നതായിട്ട് കോട്ടയം SBI ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. നിരവധി പേരുടെ അക്കൗണ്ടുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ചിലർ ലാഭത്തിന് വേണ്ടി അക്കൗണ്ടുകൾ വിട്ടുകൊടുക്കുന്നുണ്ടെന്നുള്ള കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ തട്ടിപ്പാണ്. ഇത് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം.